നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ നരേന്ദ്രമോദിക്ക് തന്റെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത് ബി.ജെ.പിക്ക് കനത്ത നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരമൊരവസ്ഥ മോദിയും കൂട്ടരും നേരിടുന്നത് ആദ്യമായിട്ടാണ്. അഴിമതിയുടെയോ ക്രമക്കേടിന്റെ പേരിൽ ഒരു മന്ത്രിയും ഇതുവരെ രാജിവെക്കേണ്ടി വന്നിട്ടില്ലല്ലോ എന്നായിരുന്നു ബി.ജെ.പി ഊറ്റം കൊണ്ടിരുന്നത്. അത് അഴിമതിക്കാർ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇത്ര ശക്തമായ സമരം ഇക്കാലത്തിനിടയിൽ ഉയർന്നു വന്നില്ല എന്നത് മാത്രമാണ്. ഇതിനിടയിൽ കണ്ട ശക്തമായ ഒരു സമരം കർഷക പ്രക്ഷോഭമായിരുന്നു. അത് വിജയം കണ്ടെങ്കിലും മാസങ്ങൾ നീണ്ട പോരാട്ടത്തിന് ശേഷമായിരുന്നു. ഇന്നിപ്പോൾ നഗ്നമായ ക്രമക്കേടിന്റെ പേരിൽ ഒരു മന്ത്രിക്ക്, അതും ബി.ജെ.പിയിലെയും മന്ത്രിസഭയിലെയും ശക്തനായ ഒരാൾക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്ന സൂചനയാണ് ഇന്നലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൽകുന്നത്. അടുത്ത ലക്ഷ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു രാഹുൽ. അതിന്റെ കാരണവും രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. സമരം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന മൃഗീയമായ ആക്രമണത്തിന്റെ ഉത്തരവാദി ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണെന്ന് വിളിച്ചു പറയുകയാണ് രാഹുൽ. വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന അക്രമത്തിന്റെ ഉത്തരവാദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാത്രമാണ്. അദ്ദേഹമാണ് നമ്മുടെ വിദ്യാർത്ഥികളെ വെടിവെക്കാൻ അധികാരം കൊടുത്തത്. വിദ്യാർത്ഥികൾക്കെതിരെ മാരകായുധങ്ങളും പെല്ലറ്റുകളും പ്രയോഗിക്കാൻ അധികാരം കൊടുത്തതും അമിത്ഷായാണ്. നമ്മുടെ തന്നെ സേനകൾ രാജ്യത്തിന്റെ ഭാവിയെ വെടിവെക്കുന്നത് അംഗീകരിക്കാനാകില്ല. അതാണ് വരുന്ന ദിവസങ്ങളിൽ പാർലമെന്റിൽ പ്രധാന വിഷയമാകാൻ പോകുന്നത് എന്നാണ് രാഹുൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. നാളെ പാർലമെന്റ് പുനരാരംഭിക്കുമ്പോൾ ഈ വിഷയം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുമെന്ന് വ്യക്തം. കൂടാതെ ഇന്ത്യ എന്ന സംവിധാനം ബി.ജെ.പിയുടെയോ മോദിയുടെയോ തറവാട് സ്വത്തല്ലെന്നും ആർജവത്തോടെ വിളിച്ചു പറയുന്നുണ്ട് രാഹുൽ. മന്ത്രിയുടെ രാജി വിദ്യാർത്ഥികളുടെ വിജയമാണെന്നും രാഹുൽ അംഗീകരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്ന ആവശ്യം വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനവും തൊഴിൽ മാധ്യമ മേഖലകളും എല്ലാം തകർന്നിരിക്കുന്നു. അതാണ് ഇത്ര വലിയ സമരത്തിന് കാരണമായത്. ഇതൊരു മുന്നറിയിപ്പാണ്. ഈ വിധത്തിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പാണ് വിദ്യാർത്ഥികളും പ്രതിപക്ഷവും ഇതിലൂടെ നൽകുന്നത്. ഇതൊന്നും നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല. ഇത് നിങ്ങൾക്ക് വ്യക്തിപരമായി അവകാശപ്പെട്ടതുമല്ല. ഇത് രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ് എന്നാണ് രാഹുൽ പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ ബി.ജെ.പിക്കുള്ളിലും പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷി ഉൾപ്പെടെയുള്ളവർ സമരക്കാർക്ക് പിന്തുണ നൽകിയത് കാണാതിരുന്നുകൂടാ. മാത്രവുമല്ല, മന്ത്രിസഭയിലെ 2 മുതിർന്ന അംഗങ്ങളും പ്രധാന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചുനിന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ ഉണ്ടായിരിക്കുന്ന ക്ഷീണം ബി.ജെ.പി വരും ദിവസങ്ങളിൽ എങ്ങനെ മറികടക്കും എന്നതാണ് പ്രധാനം. ഈ വീഴ്ചയിൽ നിന്ന് എണീറ്റ് വരും മുൻപ് കൂടുതൽ വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. That has been not fulfilled. So, what will be your step in the parliament when parliament commences on Monday? Well, they are also bringing the new bills. The first thing is that we hold Mr. Amit Shah directly responsible for the violence that has taken place against our students. He authorized the shooting of our students. He authorized the use of lethal weapons, pellet guns on our students. So that for us is a fundamental issue. We will not accept our own forces shooting the future of India. So that is going to be a major issue in Parliament. Of course, the students, as I said, have also got the demand of an apology from the Prime Minister. Look, this protest, the reason it has happened, the deeper reason it has happened, is that the Indian system, job creation system, education system, institutional system, media system has been destroyed. It has ceased to exist. There are consequences to this. We are facing now a time of serious economic crisis. And in times of serious economic crisis, you need that system. So, the government should be aware that what has happened here is just one step in a very deep problem. Right? So, the government needs to start listening to what the people of India are saying. And this is a warning to them. This is a warning from the students of India, this is a warning from the opposition.
that you cannot run India the way you have been running. This is not your personal fiefdom. This is not something that belongs to you. This belongs to the people of India. This belongs to the Constitution of India. All these institutions, they do not belong to you. And if you carry on down this path, you will see that what has happened right now will be at 10 times the scale. So that is basically the message. One by one, please. One by one. Please. सोमवार को बिल जब आएगा, सोमवार को बिल आने की बात सरकार की जा रही है कि इसको और स्ट्रिक्ट करने के लिए और मजबूत बनाने के लिए आएगी। तो क्या पहले आप लोग की मांग ये देखिए कि पीएम पहले माफी मांगे, उसके बाद ही आप लोग चर्चा में हिस्सा लेंगे या उसको बिना कोई रास्ता? देखिए, इसमें हमारा कांग्रेस पार्टी का सेंट्रल प्रिंसिपल है कि हम ये जो सवाल हैं, हमारी जो मीटिंग होती है ऑपोजिशन के साथ, उस मीटिंग में हम रेज करते हैं और जो ऑपोजिशन का कंसेंसस बनता है उस पर हम डिसीजन लेते हैं पार्लियामेंट में. दैट इज आवर डिसिप्लिन, दैट इज आवर वे ऑफ फंक्शनिंग. तो आई कैनॉट आंसर दिस क्वेश्चन राइट नाउ.